ഹായ്, അസ്സലാമലൈക്കും. ഇന്നത്തെ പരിപാടി പഴം കൊണ്ടാണ് കേട്ടോ. വൈകുന്നേരം മക്കൾക്ക് സ്നാക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു പഴമുള്ളൂ, അത്യാവശ്യം നല്ല പഴുത്തൊരു പഴമുള്ളത്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് അത് വെച്ചൊന്ന് ഉണ്ടാക്കാം. ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് പഞ്ചസാര, നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, പിന്നെ ഒരു 2 ഏലക്കായും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പഞ്ചസാര ഏലക്കായൊക്കെ നല്ലോണം പൊടിഞ്ഞിക്കണ്. ഇനി അതിലേക്ക് നമുക്ക് ആ പഴം കൂടി മുറിച്ചിടാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചിട്ട് നമുക്ക് അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ ചെറുതിന് ഭയങ്കര ശീലക്കേടായിട്ട് അതിനെ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു ലൂസായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ തന്നെ ഇനി ബാക്കിയുള്ളതും മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 2 കരണ്ടി മൈദ ആണ് കേട്ടോ ഇത്. ആ മൈദ ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മൈദ മിക്സ് ആവാൻ കുറച്ച് പണിയാണ്, ഞാൻ പറഞ്ഞത് മിക്സിയിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് ഉപ്പും ഒരു പിഞ്ച് അപ്പക്കാരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ഇടുമ്പോൾ കുറച്ച് തിക്കാവും, അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു ഒഴിക്കാൻ പറ്റിയൊരു പാകത്തിന് ആക്കിയെടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ചെടുക്കുക. നമ്മളിട്ട പൊടികളൊക്കെ നല്ല മിക്സ് ആയിക്കണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കരിഞ്ജീരകം കേട്ടോ ആഡ് ചെയ്യണേ. അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. അതും കൂടി നല്ല മിക്സ് ചെയ്തിടണേ. ഇനി നമുക്ക് ഉണ്ടാക്കാം. പൊരിച്ചെടുക്കാം കേട്ടോ. ചട്ടി ചൂടായി നല്ല ഓയിലൊക്കെ ഒഴിച്ച്, ഓയിൽ അത്യാവശ്യം നല്ല ചൂടായി വന്നു. അപ്പം അതിലേക്ക് നമ്മളെ ബാറ്റർ കോരി വെച്ച് കൊടുക്കാം. ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണ് ആ ലെവലിലാണ് ഞാൻ. പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. വേഗം ആവുന്നുണ്ട്. ഉള്ളൊക്കെ വേഗം വെന്ത് കിട്ടുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല കൂട്ടിച്ചാൽ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് അത് മൊത്തം പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാം. വീഡിയോക്കും വലിയ ക്ലാരിറ്റി ഇല്ല, വോയിസ് ഓവർ കൊടുക്കുന്നതും അത്ര വലിയ ക്ലിയറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ ഏകദേശം പൊരിക്കലൊക്കെ കഴിഞ്ഞിരിക്കണ്. ഞാൻ എടുത്ത് കഴിച്ചൊക്കെ നോക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.